നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഭവന നിർമ്മാണം, കൃഷി, ആരോഗ്യം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷി ക്ഷേമം എന്നിവയ്ക്ക് മുൻഗണന നൽകി വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞിമുഹമ്മദ് എന്ന പൂച്ചാപ്പു അവതരിപ്പിച്ചു. 33,47,8172 രൂപ വരവും 32,95,72,000 രൂപ ചെലവും 59,71,383 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഭവന നിർമ്മാണത്തിന് 5 കോടി, കാർഷിക മേഖലയ്ക്ക് 1.34 കോടി, ആരോഗ്യ മേഖലയ്ക്ക് 70 ലക്ഷം, മാലിന്യ സംസ്കരണത്തിന് 60 ലക്ഷം, ഭിന്നശേഷി ക്ഷേമത്തിന് 52.75 ലക്ഷം, വയോജനക്ഷേമത്തിന് 13 ലക്ഷം, പശ്ചാത്തല മേഖലയ്ക്ക് 5.40 കോടി, വനിതാക്ഷേമത്തിന് 35 ലക്ഷം എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് 75 ലക്ഷവും, തെങ്ങ് കൃഷിക്ക് 15 ലക്ഷവും, മറ്റ് കൃഷികൾക്ക് 31 ലക്ഷവും, കന്നുകൂട്ടി പരിപാലനത്തിന് 6 ലക്ഷം രൂപയും, മൃഗസംരക്ഷണത്തിന് 5 ലക്ഷവും, ക്ഷീര മത്സ്യകൃഷി എന്നിവയ്ക്ക് ഓരോ ലക്ഷം രൂപയും, ആയുർവേദ ആശുപത്രി, ഡിസ്പെൻസറി എന്നിവയുടെ പരിപാലനത്തിന് 40 ലക്ഷം രൂപയും, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 20 ലക്ഷം രൂപയും, ഹോമിയോ ആശുപത്രി അടിസ്ഥാന വികസനത്തിന് 10 ലക്ഷം രൂപയും, ഭിന്നശേഷി സ്കോളർഷിപ്പിന് 50 ലക്ഷവും, ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ സംരംഭമൊരുക്കുന്നതിന് തയ്യൽ മെഷീൻ നൽകുന്നതിന് 2 ലക്ഷം രൂപയും, വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നതിന് 10 ലക്ഷം രൂപയും, കലാകായിക മേളയ്ക്ക് 1 ലക്ഷവും, സായം പ്രഭ ഹോമിന് 2 ലക്ഷവും, സ്ത്രീ ശാക്തീകരണ കേന്ദ്ര നവീകരണം, ക്ഷേമം എന്നിവയ്ക്ക് 35 ലക്ഷവും, മത്സ്യ മാർക്കറ്റ് പുനർനിർമ്മാണത്തിന് 1 കോടി രൂപയും, സംസ്കരണ പ്ലാന്റിന് 50 ലക്ഷവും, വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിന് 18 ലക്ഷവും, സ്റ്റേഡിയം നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിന് 50 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. കുടിവെള്ളം, ഭവനം, വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. ജലനിധി പദ്ധതി നടപ്പിലാക്കി കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻ ഭരണസമിതികൾ ശ്രമിച്ചിരുന്നു. ജലജീവൻ മിഷൻ പദ്ധതി കൂടി നടപ്പിലാക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിലേക്കും ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വയോജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്താണ് വേങ്ങര. വയോജനങ്ങളെ ഉല്ലാസയാത്രക്കും കലാകായിക മേഖലകൾക്കും 1 ലക്ഷം രൂപ വീതവും കട്ടിൽ വിതരണം ചെയ്യുന്നതിന് 10 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അനിവാര്യ ചുമതലകൾക്ക് 3,44,77,000 രൂപ. റവന്യൂ ഗ്രാന്റിൽ നിന്നുള്ള പദ്ധതി ചെലവുകൾ 15,73,45,000 രൂപ. റവന്യൂ ഗ്രാന്റിൽ നിന്നുള്ള പദ്ധതിയേതര ചെലവുകൾ 10 കോടി രൂപ. ആകെ റവന്യൂ ചെലവുകൾ 29,18,22,000 രൂപ. മൂലധന ചിലവുകൾ വായ്പ തിരിച്ചടവ് 0 ആണ്. മറ്റ് മൂലധന ചിലവുകൾ 3,77,50,000 രൂപ. ആകെ മൂലധന ചിലവുകൾ 3,77,50,000 രൂപ. ആകെ ചിലവുകൾ 32,95,72,000 രൂപ. നീക്കി ബാക്കി കയ്യിലിരിപ്പ് 59,71,389. ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ 4,44,383 രൂപയാണ് നമ്മുടെ വീട് ബാലൻസ്. പിന്നെ നികുതി വരുമാനം നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നത് 2,30,00,000 രൂപ. നികുതിയേതര വരുമാനം, നികുതി അല്ലാത്ത വരുമാനങ്ങൾ 1,22,35,000 രൂപ. ആകെ തനത് ഫണ്ട് 3,52,35,000 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 3,39,52,000 രൂപ. പശ്ചാത്തല മേഖലയിൽ 2,83,00,000 രൂപയും മൂലധന ചെലവുകൾക്കായി 3,77,50,000 രൂപയും ഈ ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ ഈ ഭരണസമിതി ശ്രമിക്കുന്നതാണ്. കാർഷിക മൃഗ സംരക്ഷണ മേഖല. കാർഷിക മേഖലയിലേക്ക് നെൽകൃഷികൾക്കായി 75 ലക്ഷം രൂപയും, തെങ്ങ് കൃഷിക്കായി 15 ലക്ഷം രൂപയും, മറ്റു കൃഷികൾക്കായി 31 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കന്നുകുട്ടി പരിപാലനത്തിനായി 6 ലക്ഷം രൂപയും,
മറ്റു മൃഗസംരക്ഷണ മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപയും ക്ഷീര കർഷകർക്കായി മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതിയേതര ചെലവുകൾക്ക് 10 കോടി രൂപ. ആകെ റവന്യൂ വരവുകൾ 27,46,93,000 രൂപ. ടോട്ടൽ മൂലധന വരവ് വായ്പ വാങ്ങൽ 0 ആണ്. വായ്പ ഒഴികെ മൂലധന വരവുകൾ 2,07,06,000 രൂപ. ആകെ മൂലധന വരവുകൾ 2,07,06,000 രൂപ. ആകെ വരവുകൾ 29,53,99,000 രൂപ. ആകെ വരവുകളും പ്രാരംഭ ബാക്കിയും ചേർത്ത് 33,55,43,383 കോടി രൂപയാണ്. ചടങ്ങിൽ പ്രസിഡന്റ് KP ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AK സലീം, CP ഹസീന ബാനു, M ആരിഫ, അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ്, CP ഖാദർ, മടപ്പള്ളി മജീദ്, V യൂസുഫ് അലി, KV ഉമ്മർ കോയ, റഫീഖ് മൊയ്തീൻ ചോലക്കൻ, MP ഉണ്ണികൃഷ്ണൻ, NT മൈമൂനത്ത്, സെക്രട്ടറി അനിൽകുമാർ, അക്കൗണ്ടന്റ് M സുധേന്ദ്രകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വേങ്ങര.